ഹലോ എല്ലാവർക്കും ഇൻസ്ട്രക്ടർ മലയാളം പവർ ഓഫ് ഐറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മളുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേഡ്സ്മാൻ ആയിട്ട് വെൽഡിങ്ങിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പം അത്യാവശ്യം നല്ല ഒരു ജോബാണ്. വെൽഡറുകാരെ സംബന്ധിച്ചിട്ട് 26,500 രൂപ മുതൽ 60,700 രൂപ വരെയുള്ള ഒരു സാലറി സ്കെയിലാണ്. അങ്ങനെയൊന്നും വെൽഡറിന്റെ നോട്ടിഫിക്കേഷനുകൾ വരാറില്ല. അപ്പോൾ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. വേക്കൻസി സ്റ്റേറ്റ് വൈഡ് ആയിട്ട് 16 വേക്കൻസി സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ ഇത് എന്തായും ഇൻക്രീസ് ആകും. 3 വർഷം കൊണ്ട് ഒരു 50 പേർക്കെങ്കിലും മിനിമം ജോലി ലഭിക്കുന്ന നല്ലൊരു അവസരമാണ്. അയ്യോ 50 ഉള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. കാരണം നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ ഇങ്ങനെയുള്ള പോസ്റ്റുകളെ സംബന്ധിച്ച് എന്താണ് വളരെ എന്താണ് റയറാണ്, അല്ലെങ്കിൽ ഇത്രയും വേക്കൻസി വരുന്നത് വെൽഡർ ട്രേഡിനൊക്കെ സംബന്ധിച്ച്. എൻ്റെ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ഒരൊറ്റ വേക്കൻസി കണ്ടപ്പോൾ തന്നെ ഞാൻ പഠിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വേക്കൻസി നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നന്നായി പഠിക്കണം. നന്നായി പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം തന്നെ 95 മാർക്കിൽ പ്ലസ് ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ദെൻ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോ, 136/2024 ഇത് വന്നിട്ടുള്ളത് 15/6/2024. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ അയക്കാറുള്ളത് 17/7/2024. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്ലൈ ചെയ്യുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചുകൂടി തുടങ്ങണം. വെൽഡറിൻ്റെ സിലബസ് നിങ്ങൾക്ക് അറിയായിരിക്കും. പൂർണ്ണമായിട്ടും വെൽഡിങ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങ് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പേർക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു സിലബസ് തന്നെയാണ്. അത് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു സിലബസാണ്. അത്ര ബുദ്ധിമുട്ടല്ല. എന്നാൽ നമ്മൾ നന്നായിട്ട് ഓരോ പോയിന്റുകളും നോട്ട് ചെയ്ത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ വരാൻ വലിയ പ്രയാസമായിരിക്കും. ഓക്കെ, കാരണം ഓരോ പോയിന്റുകളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. അതാണല്ലോ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റോളിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഓക്കെ, സ്പെഷ്യൽ റോൾ എന്ന് പറയുമ്പം അത് 2012 അതായത് ഇപ്പോൾ ഈ പറയുന്ന GOP നമ്പർ 503/2012. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്പെഷ്യൽ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ അതിൻ്റെ പ്രകാരം അതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഒന്ന്, THSLCയിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതായത് ഏതെങ്കിലും ട്രേഡ് പോരാ, വെൽഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വെൽഡർ എന്ന് പറയുന്ന ട്രേഡ് വേണം. അതാണ് അപ്രോപ്രിയേറ്റ് ട്രേഡ് എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ മറ്റൊരു ക്വാളിഫിക്കേഷനും കൂടി നോക്കാം. എന്താണ്? പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ, അതായത് 10ാം ക്ലാസ് ഓർ ഈക്വലവൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ തത്തുല്യമായിട്ട്. ഇപ്പോൾ THSLC അതിന് തത്തുല്യമാണ്, പക്ഷേ അതിൻ്റെ ഒപ്പം എന്ത് വേണം? ഇപ്പോൾ THSLC നിങ്ങൾ വെൽഡിംഗ് അല്ല ഫിറ്റിംഗ് ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ എന്ത് വേണം? അതിനോടൊപ്പം 10ാം ക്ലാസ്സിനോടൊപ്പം എന്ത് വേണം? നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദി അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതായത് വെൽഡർ എന്ന് പറയുന്ന ട്രേഡിലോ അല്ലെങ്കിൽ വെൽഡിംഗ് ആൻഡ് ഫാബ്രിക്കേഷൻ ഫിറ്റിംഗ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ട്രേഡ് ഉണ്ട്. അപ്പോൾ അതിലോ വെറും ഫിറ്റർ അല്ല, വെൽഡിംഗ് കൂടെ ചേർന്ന് വരുന്നതാണ്. അപ്പോൾ അതിലോ എന്ത് ചെയ്യണം? ട്രേഡ് സർട്ടിഫിക്കറ്റ് ITA പഠിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ KGC ITയിൽ വെൽഡർ എന്ന് പറയുന്ന ട്രേഡ് വേണം. അപ്രോപ്രിയേറ്റ് ട്രേഡ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. മെക്കാനിക് പോരാ. ഓക്കെ, ഇനി പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഈ തസ്തികയിലേക്കുള്ള വെൽഡിംഗ് എന്നാണെങ്കിൽ വെൽഡിംഗ് ആണ് വേണ്ടത്. ഓക്കെ, ദെൻ ഈ GOP നമ്പർ പ്രകാരമാണ് ഈ ക്വാളിഫിക്കേഷൻസ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ പറയുന്നതിൽ വെൽഡർ ട്രേഡ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല. ഇപ്പോഴും ഭാവിയിൽ ഒന്നും ഒരു പ്രശ്നം വരത്തില്ല. ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത റാങ്ക് ലിസ്റ്റിൽ വരും. പിന്നീട് ഡിപ്ലോമ ഉണ്ടോ BTech ഉണ്ടോ എന്നുള്ളത് ഒരു പ്രധാന കൺഫ്യൂഷൻ ആയിട്ട് പലരും ചോദിക്കുന്നുണ്ട്. സോ ITA കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം നിങ്ങളെ എക്സാമിന് അത് ബാധിക്കും. മീൻസ് അവരുണ്ടോ, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. സോ ഞാൻ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡ് പഠിച്ചു തുടങ്ങുന്നത് വെറും ഒരു വേക്കൻസി എന്തോ ഉള്ളപ്പോഴാണ്. വാട്ടർ അതോറിറ്റി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ തുടങ്ങി. പിന്നീടാണ് ട്രേഡ്സ്മാനൊക്കെ വരുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ ഇവർ അപ്ലൈ ചെയ്യുമല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ട് പോലില്ല. സോ നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവർ റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതാണ് നോട്ടിഫിക്കേഷൻ പ്രകാരമായതാണ് സ്പെഷ്യൽ റൂൾ പ്രകാരമുള്ളതുമായിട്ടുള്ള
ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലില്ലാത്തവരെ എന്ത് ചെയ്യാൻ പറ്റും, KS ആൻഡ് SSR എന്താണ് റൂൾ 10A2 പാർട്ട് 2 KS ആൻഡ് SSR റൂൾ പ്രകാരമുള്ള അവരെ ആപ്ലിക്കബിൾ ആണ്. അപ്പം അത് പ്രകാരം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്താണ് എന്തെങ്കിലും ഗവൺമെന്റിന്റെ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇപ്പോൾ ഒരു ട്രേഡിന് ഹയർ ആയിട്ടോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടോ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും ഇതിലേക്ക് പരിഗണിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ താഴ്ന്ന ക്വാളിഫിക്കേഷനെ നേടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് വെൽഡറിന് അതൊരു ഇഷ്യൂ ആയിട്ട് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവരെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കോടതിയിലൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ കേസ് എന്നൊക്കെ പറയുന്നത് കുറേ നാളൊക്കെ നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു 95 ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ 100 ടാർഗറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക, അതായിരിക്കും കൂടുതലായിട്ട് ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, PSC എന്ത് ചെയ്യില്ല, PSC ആയിട്ട് ചിലപ്പോൾ ഡിപ്ലോമ ബിടെക്കാരെ ഒഴിവാക്കില്ല. അവർ ഇതിനകത്തേക്ക് ഹയർ ആയിട്ടൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേസിന് പോകേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ സമയമൊക്കെ പോകും. അതുകൊണ്ട് ഫസ്റ്റ് ടൈം നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ വാ, ഇനി ഇതിൻ്റെ സിലബസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. സിലബസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പൂർണ്ണമായിട്ടും വെൽഡിങ്ങുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സിലബസാണ്. ഞാനത് സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഒരു ലിങ്ക് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. വെൽഡർ ഗ്രൂപ്പാണ്. അപ്പോൾ THSLC വെൽഡിങ് കഴിഞ്ഞവരും ITA വെൽഡിങ് കഴിഞ്ഞവരും എന്ത് ചെയ്യുക, ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ 17-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 20-ാം തീയതി ഒരു 2-3 മണിക്കൂറോ ദൈർഘ്യമുള്ള ഒരു സെഷൻ ഉണ്ടായിരിക്കും. അതിനകത്തേക്ക് നിങ്ങൾക്ക് വരുന്ന ഫീ എന്ന് പറയുന്നത്, ഓക്കെ, അതിനകത്തേക്ക് നിങ്ങൾക്ക് വരുന്ന ഫീ എന്ന് പറയുന്നത് വെറും 100 രൂപ മാത്രമാണ്. ആ 100 രൂപയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കരുത്. കാരണം ഈ ഒരു വെബിനാർ പോലെയാണ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഞാൻ പഠിച്ചാൽ കിട്ടുമോ, എന്താണ് പഠിക്കേണ്ടത്, സിലബസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ട്. സോ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു സ്റ്റഡി പ്ലാന്, ഓക്കെ, ഫുൾ ടൈം ആയിട്ട് പഠിക്കുന്നവർക്ക് സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ എന്താണ് പാർട്ട് ടൈം പഠിക്കുന്നവർക്കുള്ള സ്റ്റഡി പ്ലാന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാന്, അതുപോലെ തന്നെ ഏതൊക്കെ സോഴ്സുകൾ യൂസ് ചെയ്യണം, ഏത് ടെക്സ്റ്റ് യൂസ് ചെയ്യണം, ക്വസ്റ്റ്യൻ ബാങ്ക് ഒരു 500 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് 500 ക്വസ്റ്റ്യൻസ് നൽകും. അതുപോലെ തന്നെ ടെക്സ്റ്റ്, ക്വസ്റ്റ്യൻ ബാങ്ക്, അതൊക്കെ ഒരു ചെറിയ രീതിയിലുള്ളൊരു സപ്പോർട്ട്, അതായത് ഫസ്റ്റ് ടൈം സപ്പോർട്ട് എന്ന് പറയില്ലേ, ആദ്യം, അതായത് ഏത് ഒരു കാര്യത്തിലും ബുദ്ധിമുട്ട്, പ്രയാസം എന്ന് പറയുന്നത് ആദ്യമാണ്, തുടങ്ങുക എന്നുള്ളതാണ്. അത് നല്ലപോലെ എനിക്കറിയാം. ഓക്കെ, ദെൻ അത് തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു പ്രയാസമായിരിക്കത്തില്ല, നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് നിങ്ങൾക്കൊരു തുടക്കം നൽകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. അതിൽ കൂടുതലായിട്ടുള്ളത് എക്സ്പെക്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് നല്ലൊരു തുടക്കം, നല്ലൊരു മോട്ടിവേഷൻ, നല്ലൊരു എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒന്നുകൂടെ പറയുന്നു, THSLC ഫിറ്റിങ്ങിനും അതുപോലെ തന്നെ ITയിലെ വെൽഡറും കഴിഞ്ഞവർ മാത്രം ജോയിൻ ചെയ്താൽ മതി. അവർക്ക് മാത്രമായിരിക്കും നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്